എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണ വിലാസ മഹാകാവ്യത്തിൻ്റെ 11ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. ശ്രീകൃഷ്ണൻ്റെയും രുക്മിണിയുടെയും വിവാഹം അത് എങ്ങനെയൊക്കെയാണ് നടന്നത്, അതിനു മുമ്പ് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ കഴിഞ്ഞ സർഗത്തിൽ വളരെ വിസ്തരിച്ച് കവി വർണ്ണിക്കുകയുണ്ടായി. ഇനി മറ്റു വിവാഹങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് പറയാൻ പോണത്. ഈ ശ്ലോകങ്ങളിൽ പൊതുവെ അനുഷ്ടുപ്പ് വൃത്തമാണ് കാണാനുള്ളത്. നമുക്ക് ആദ്യം 1ാമത്തെ ശ്ലോകം നോക്കാം. അഥ കോസലരാജസ്യ കന്യാം കമലലോചനാം വീര്യശുൽക്കാമുപശ്രുത്യ ശൗരിഃ കൗതുകവാനഭൂത്. ആദ്യം പദച്ഛേദം പറയാം. അഥ കോസലരാജസ്യ കന്യാം കമലലോചനാം വീര്യശുൽക്കാം ഉപശ്രുത്യ ശൗരിഃ കൗതുകവാൻ അഭൂത്. ശ്രീകൃഷ്ണനും രുക്മിണിയും കൂടിയിട്ട് അങ്ങനെ സുഖമായിട്ട് ദ്വാരകയിൽ താമസിക്കുന്ന കാലത്താണ് ഒരു വാർത്ത കേൾക്കണത്. കോസല രാജ്യത്ത് ഒരു പെൺകുട്ടിയുണ്ട്, അവളുടെ വിവാഹം അതിനുള്ള സമയമായി, സ്വയംവരത്തിനുള്ള സമയമായി എന്ന് അറിയാൻ കഴിയാണ്. അതാണ് ഇവിടെ വർണ്ണിച്ചു തുടങ്ങുന്നത്. അഥ രുക്മിണിയുമായിട്ടുള്ള വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം അനന്തരം ശൗരി എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ കോസലരാജ്യസ്യ കമലലോചനാം കന്യാം, കോസല രാജ്യത്തിലെ അതിസുന്ദരിയായിട്ടുള്ളൊരു കന്യക. കമലലോചന എന്നുള്ളത് കൊണ്ട് സുന്ദരി എന്നാണ് അർത്ഥം. താമര ഇതള് പോലെ കണ്ണുകളുള്ളവൾ, സുന്ദരിയായിട്ടുള്ള കന്യകയെ ആ കന്യകയെ വിവാഹം കഴിക്കണമെങ്കിൽ എന്താ വേണ്ടത്? വീര്യശുൽക്കാം ഉപശ്രുത്യ. അവൾ വീര്യശുൽക്കയാണ് എന്ന് പറഞ്ഞാൽ സാഹസികമായിട്ടൊരു പ്രവൃത്തി ചെയ്യുക. അത് വീരന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയുള്ള വീരന്മാർക്ക് ഏതാണോ ഒരു പ്രവൃത്തി, സാഹസിക പ്രവൃത്തി ഏതാണോ ചെയ്യാനുള്ളത്, അതാരാണോ പൂർണ്ണമായിട്ട് ചെയ്തു തീർക്കുന്നത് ആ ആൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അച്ഛൻ. അപ്പോൾ കുറേ രാജകുമാരന്മാർ വരും, പലരും പരിശ്രമിക്കും, പലർക്കും ഒന്നും അത് പൂർത്തിയാക്കാൻ പറ്റില്ല. അത് പൂർത്തിയാക്കുന്ന അവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവനെ ഈ രാജകുമാരി വിവാഹം കഴിക്കും അവളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ അതാണ് വീര്യശുൽക്ക എന്നുള്ള വാക്കിന് അർത്ഥം വരുന്നത്. ഇവിടെ കഥ പറയണത് സുകുമാരകവി അത്ര വിസ്തരിച്ച് പറയണില്ല. ഭാഗവതത്തിലും നാരായണീയത്തിലൊക്കെ പറയണ കഥ എന്താണെന്നുണ്ടെങ്കിൽ, ഭീമന്മാരായിട്ടുള്ള 7 കാളകളുണ്ട്. ആ കാളകളെ ആരാണോ പിടിച്ചു കെട്ടുന്നത്, അതൊക്കെ ഇങ്ങനെ വിരളി പിടിച്ച് ഓടുന്ന കാളകളാണ്. നല്ല വലിപ്പമുള്ള ആക്രമണോത്സുകരായിട്ടുള്ള 7 കാളകൾ. ആ കാളകളെ ആരാണോ പിടിച്ചു കെട്ടുന്നത് ആ ആൾക്കാണ് തൻ്റെ മകളെ കൊടുക്കുക, വിവാഹം കഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു കരാറുണ്ടായിരുന്നത്. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൾ വീര്യശുൽക്കയാണ് എന്ന് കവി വർണ്ണിച്ചത്. നാരായണീയത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സത്യാം ഗത്വാ പുനരുദവഹോ നഗ്നജിന്നന്ദനാം താം ബദ്ധ്വാ സപ്താപി ച വൃഷവരാൻ സപ്തമൂർത്തിർനിമേഷാത് എന്ന്. ആ 7 കാളകളെയും പിടിച്ചു കെട്ടി ഭഗവാൻ സപ്തമൂർത്തിയായിട്ടാണ്, ഒറ്റ രൂപം ധരിച്ചിട്ടല്ല, 7ആയി ചെന്ന് 7 കാളകളെയും പിടിച്ചു കെട്ടി. അപ്പോൾ അതിനുള്ള മാന്ത്രിക വിദ്യകളൊക്കെ ഭഗവാനല്ലേ അറിയുള്ളൂ. അതുകൊണ്ടാണ് അത്ര ഭീമന്മാരായിട്ടുള്ള കാളകളെ നിയന്ത്രിക്കുന്ന ആൾക്ക് മാത്രമേ തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുള്ളൂ. അത്രയ്ക്ക് വീരശൂര പരാക്രമിയും ശക്തിമാനുമായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുള്ളൂ എന്ന് അച്ഛനായിട്ടുള്ള സത്യ എന്ന രാജകുമാരിയുടെ അച്ഛൻ നഗ്നജിത്ത് പ്രഖ്യാപിച്ചത്. അപ്പോൾ ആ ഒരു വാർത്ത കേട്ടിട്ട് കൗതുകവാൻ അഭൂത്. ആ വാർത്ത കേട്ടിട്ട് വളരെയധികം ഒരു കൗതുകം തോന്നി. അത് കൊള്ളാലോ, ഇങ്ങനെയുള്ള വീര്യശുൽക്കം ഒന്നും പതിവില്ല. അസ്ത്രമെയ്യ അല്ലെങ്കിൽ മുകളിലിരിക്കുന്ന പക്ഷിയെ താഴത്തേക്ക് വീഴ്ത്തുക, അതൊക്കെയാണല്ലോ ദ്രൗപദി സ്വയംവരത്തിൽ അങ്ങനെയാണ് ഉണ്ടായത്. അങ്ങനത്തെയൊക്കെ കേട്ടിട്ടുണ്ട്. കാളകളെ മെരുക്കുന്ന പദ്ധതി അത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൗതുകം കൊണ്ട് ശ്രീകൃഷ്ണൻ കോസലത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. കോസലം തന്നെയാണ് നഗ്നജിത്തിൻ്റെ രാജ്യം. അതാണ് അടുത്തതായിട്ട് പറയണത്. നമുക്ക് 2ാമത്തെ ശ്ലോകം നോക്കാം. സമാവൃണ്വൻ മഹീം സർവാം സേനയാ വലമാനയാ സരൂപഗുണലാവണ്യപേശലഃ പ്രാപ കോസലാൻ. നമുക്ക് പദങ്ങൾ പരിചയപ്പെടാം. സമാവൃണ്വൻ മഹീം സർവാം സേനയാ വലമാനയാ സ രൂപഗുണലാവണ്യപേശല പ്രാപ കോസലാൻ.
ഇത് വളരെ ലളിതമായിട്ടുള്ളൊരു ശ്ലോകമാണ്, പദച്ഛേദങ്ങളൊന്നും ചെയ്യാനില്ല. രണ്ടാമത്തെ വരിയിൽ അവസാനത്തെ വാക്ക് വലമാനയ എന്ന് തന്നെയാണ്. പലപ്പോഴും അത് വായിക്കുമ്പോൾ ഒക്കെ വനമാലയ എന്ന് വായിക്കാൻ തോന്നാറുണ്ട്. ശ്രീകൃഷ്ണൻ്റെ കാര്യം പറയുമ്പോൾ അത് വനമാലയാണല്ലോ എന്നറിയാതെ തോന്നിപ്പോകുന്നുണ്ട്. അതല്ല, സേനയുടെ സ്വഭാവമാണ് ഇവിടെ പറയണത്. വലമാനയ, വലമാനയ സേനയ. ഭഗവാൻ പോകുന്നതിനോടൊപ്പം തന്നെ സൈന്യവും പോയിട്ടുണ്ട്. ആ സൈന്യങ്ങൾ എന്താ ചെയ്യുന്നത്? വലമാനയ, എവിടെ ചെല്ലുമ്പോഴും വ്യാപിച്ച് പരന്ന് അവരുടെ നേതാവായിട്ടുള്ള ശ്രീകൃഷ്ണനെ സംരക്ഷിക്കുകയും മറ്റുള്ളവരെയൊക്കെ ആക്രമിക്കുകയും ചെയ്യത്തക്ക വിധത്തിൽ ചുറ്റുപാടും നിൽക്കുന്നവരായ, തനിക്ക് എപ്പോഴും സംരക്ഷണ വലയം നൽകുന്നവരായിട്ടുള്ള സൈന്യം, അതാണ് വലമാനയ സേനയ. ചുറ്റും നിൽക്കുന്നതായ, സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതായ സേനയോട് കൂടിയിട്ട് സർവാം മഹീം, ആ പ്രദേശം മുഴുവനും, കോസല രാജ്യം മുഴുവനും തന്നെ സമാവൃണ്വൻ, ആ കോസല രാജ്യത്തെ തൻ്റെ സ്വന്തമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ അധീനത്തിലാക്കുക, സൈന്യത്തിൻ്റെ അധീനത്തിലാക്കി. ആ സൈന്യങ്ങൾ മുഴുവനും അങ്ങോട്ട് പരന്നപ്പോൾ ആ പ്രദേശം മുഴുവനും ശ്രീകൃഷ്ണൻ്റെ അധീനതയിലായി പോലെയായി. അതാണ് ഇവിടെ പറയണത്. സമാവൃണ്വൻ, സൈന്യത്താൽ ചുറ്റപ്പെട്ട കോസലദേശം, ആ പ്രദേശത്തോടു കൂടിയവനായിട്ട് രൂപഗുണലാവണ്യപേശല രൂപം കൊണ്ടും ഗുണം കൊണ്ടും ലാവണ്യം കൊണ്ടും പേശലനായിട്ടുള്ള, അതായത് പേശല എന്ന് പറഞ്ഞാൽ സുന്ദരൻ എന്ന് തന്നെയാണ് അർത്ഥം. എല്ലാം കൊണ്ടും ആകർഷിക്കത്തക്കതായ ഗുണഗണങ്ങളുള്ളവൻ, എല്ലാ തരത്തിലുള്ള ഗുണങ്ങൾ, ഒരു രാജാവിന്, ഒരു പുരുഷന് എന്തെല്ലാം ഗുണങ്ങൾ വേണമെന്ന് വിചാരിക്കുന്നുവോ അതെല്ലാം തികഞ്ഞവൻ. അതുപോലെ തന്നെ രൂപം, ആകാരവടിവ്, നല്ല ഭംഗിയുള്ള രൂപം ഉള്ള, അങ്ങനെയാണ് ശ്രീകൃഷ്ണൻ്റെ അപ്പിയറൻസ്. ആദ്യത്തെ ആ കാണുമ്പോൾ തന്നെ ഇതൊക്കെ നമുക്ക് വ്യക്തമാവും. അതുപോലെ സൗന്ദര്യവും, കാണാൻ വലിപ്പത്തിൻ്റെ മാത്രമല്ല ഓരോ അംഗങ്ങളും അതിസുന്ദരങ്ങളാണ്. അങ്ങനെയുള്ള ആ ശ്രീകൃഷ്ണൻ സഹ കോസലാൻ പ്രാപ, കോസലങ്ങളെ പ്രാപിച്ചു. രാജ്യത്തിൻ്റെ സ്ഥലത്തിൻ്റെയൊക്കെ പേര് പറയുമ്പോൾ എപ്പോഴും ബഹുവചനമാണ് ഉപയോഗിക്കുക. ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്ഥലമല്ല. അതായത് കൊച്ചി അല്ലെങ്കിൽ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ എത്രയോ കുറേ സ്ഥലങ്ങൾ ചേർന്നതാണ് തൃശ്ശൂരാവുന്നത്. അതുപോലെ കോസലം എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കുറേ നാട്ടുരാജ്യങ്ങൾ ചേർന്നതാണ് കോസലമാവുന്നത്. അതുകൊണ്ട് അത് ബഹുവചനത്തിലേ പറയാറുള്ളൂ. കേരളാൻ എന്നാ പറയുക, കേരള ദേശങ്ങൾ എന്ന്. അതുപോലെ തന്നെയാണ് ഇവിടെ പറയണത്. കോസലാൻ പ്രാപ, കോസലദേശങ്ങളെ, കോസലത്തെ പ്രാപിച്ചു എന്നർത്ഥം. ചെറിയ വൃത്തമാണല്ലോ, അതുകൊണ്ട് നമ്മൾ 3 ശ്ലോകം വീതം നോക്കി പോവാം എന്ന് വെച്ചു. നമുക്ക് 3ാമത്തെ ശ്ലോകം കൂടി നോക്കാം. നേത്രൈർജനപദസ്ത്രീണാം സനിമേഷപരാങ്മുഖൈ നിപീയമാനരൂപശ്രീർനഗ്നജിന്നഗരീം യയൗ. അങ്ങനെ പോണ വഴിക്ക് സൈന്യങ്ങളുണ്ട്. അതുപോലെ തന്നെ സൈന്യത്തിൻ്റെ കൂട്ടത്തിൽ രഥം, കുതിര, ആന ഇതൊക്കെ ഉണ്ടാവുമല്ലോ. എല്ലാം ചേർന്നുകൊണ്ടുള്ള യാത്രയിൽ ഭഗവാൻ ഓരോരോ നഗരങ്ങളിലൂടെ അല്ലെങ്കിൽ ഓരോരോ ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ അവിടെയുള്ളവരൊക്കെ നോക്കി നിൽക്കുകയാണ്. അതാണ് കവി പറയണത്. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. നേത്രൈഹി ജനപദ സ്ത്രീണാം സ നിമേഷപരാങ്മുഖൈഹി നിപീയമാന രൂപശ്രീഹി നഗ്നജിന്നഗരീം യയൗ. ഓരോ ദേശത്തു കൂടെ പോകുമ്പോഴും അവരൊക്കെ നോക്കി നിൽക്കുകയാണ്. അതാണ് ഇവിടെ പറയണത്. സഹ, ആ ശ്രീകൃഷ്ണൻ, ജനപദ സ്ത്രീണാം നിമേഷ പരാങ്മുഖൈഹി നേത്രൈഹി. ജനപദ സ്ത്രീകൾ, ജനപദങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളാണ്. സാധാരണ നാട്ടിൻപുറത്ത് അവിടെയുള്ളവരായിട്ടുള്ള സ്ത്രീകൾ, അതാണ് ജനപദ സ്ത്രീകൾ. അവരാണ് ആരെങ്കിലും ഒരാളൊക്കെ പോകുമ്പോഴേക്കും ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ആരാ പോണേ എന്നുള്ളതൊക്കെ നോക്കി നിൽക്കുക. ശ്രീകൃഷ്ണനാണ് പോണതെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ആകാംക്ഷയോടുകൂടി നോക്കുക, ഞങ്ങളെയൊക്കെ നോക്കുകയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുക. അതൊക്കെ നാട്ടിൻപുറത്തുകാരുടെ സ്വഭാവമാണ്. അതാണ് ഇവിടെ പറയണത്. ജനപദ സ്ത്രീണാം, കോസലത്തിലേക്ക് പോണ വഴിക്ക് ധാരാളം ഗ്രാമപ്രദേശങ്ങളുണ്ട്. അതുകൂടെയൊക്കെ ശ്രീകൃഷ്ണനും സൈന്യങ്ങളും ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആ ജനപദത്തിലെ സ്ത്രീകളുടെ കണ്ണുകളാൽ വളരെ ആകാംക്ഷയോടുകൂടി നോക്കപ്പെട്ടുകൊണ്ട് അവരിങ്ങനെ കണ്ണ് ഇമ പൂട്ടാതെ നോക്കുകയാണ്. അതാണ് നിമേഷ പരാങ്മുഖൈഹി. നിമേഷം കണ്ണടയ്ക്കുക, കണ്ണടയ്ക്കുകയും തുറക്കുകയും ചെയ്യണതിനെയാണ് നിമേഷം. അതിൽ നിന്നാണ് നിമിഷം എന്നുള്ള വാക്ക്. അത്രക്കേ ഉള്ളൂ നിമിഷം എന്ന് പറഞ്ഞ സമയം, ഒരു കണ്ണടച്ച് തുറക്കണ സമയം. ആ അളവിനെയാണ് നിമിഷം എന്ന് പറയണത്. അതുതന്നെയാണ് നിമേഷവും. നിർനിമേഷരായി നോക്കി എന്ന് പറയണത് ഇതന്നെയാണ്. ഒട്ടും കണ്ണടയ്ക്കാതെ,
കണ്ണൊന്ന് ചിമ്മാതെ അതായത് കണ്ണ് ചിമ്മിയാൽ പിന്നെ ശ്രീകൃഷ്ണനെ കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അത്ഭുതം കൊണ്ടും ആകാംക്ഷ കൊണ്ടും ഒക്കെ കണ്ണടയ്ക്കാതെ ആ യാത്ര, ശ്രീകൃഷ്ണൻ്റെയും സൈന്യത്തിൻ്റെയും യാത്ര ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു ജനപദത്തിലെ സ്ത്രീകൾ മുഴുവനും. അങ്ങനെ നോക്കാൻ കാരണം തൊട്ട് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞുല്ലോ, രൂപവും ഗുണവും ലാവണ്യവും ഒക്കെ തികഞ്ഞ ആളാണ്. അപ്പോൾ ആരായാലും നോക്കിപ്പോവും. അങ്ങനെ സ്ത്രീകളാൽ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത്രയധികം സൗന്ദര്യവും കഴിവും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഒക്കെ നോക്കി നിൽക്കും സ്ത്രീകൾ. പുരുഷന്മാരെ സ്ത്രീകൾ നോക്കും, സ്ത്രീകളെ പുരുഷന്മാരും നോക്കും. ഇവിടെ ശ്രീകൃഷ്ണനെ എല്ലാ സ്ത്രീകളും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നിമേഷ പരാങ്മുഖൈഹി നേത്രൈഹി, കണ്ണടയ്ക്കാൻ മറന്നുപോയ അല്ലെങ്കിൽ അടയ്ക്കാൻ മറന്നുപോയ കണ്ണുകളോട് കൂടിയിട്ട് നിപീയമാന രൂപശ്രീഹി, അവരെ കണ്ണുകൾ കൊണ്ട് ഭഗവാന്റെ സൗന്ദര്യം ഇങ്ങനെ പാനം ചെയ്യുമായിരുന്നു. കണ്ണുകൾ കൊണ്ട് കുടിക്കുക, ആസ്വദിക്കുക എന്നർത്ഥം. അങ്ങനെ ആസ്വദിച്ചുകൊണ്ട്, അങ്ങനെ സ്ത്രീകളാൽ ആസ്വദിക്കപ്പെട്ട സൗന്ദര്യത്തോടു കൂടിയവനായ ശ്രീകൃഷ്ണൻ നഗ്നജിന്നഗരീം യയൗ, നഗ്നജിത്ത് എന്നു പേരുള്ള രാജാവിൻ്റെ നഗരത്തെ, അതായത് കോസല നഗരത്തെ പ്രാപ യയൗ പ്രാപിച്ചു എന്നർത്ഥം. അപ്പോൾ എല്ലാവരും കൂടിയിട്ട്, സൈന്യങ്ങളും ശ്രീകൃഷ്ണനുമൊക്കെ കൂടിയിട്ട് നഗ്നജിത്തിൻ്റെ രാജധാനിയുടെ സമീപത്ത് എത്തി എന്നാണ് ഇവിടെ പറയണത്. ഈ 3 ശ്ലോകങ്ങളും നമുക്കൊന്നുകൂടി ചൊല്ലി നോക്കാം. അഥ കോസലരാജസ്യ കന്യാം കമലലോചനാം വീര്യശുൽക്കാമുപശ്രുത്യ ശൗരിഃ കൗതുകവാനഭൂത് സമാവൃണ്വന്മഹീം സർവാം സേനയാ വലമാനയാ സ്വരൂപഗുണലാവണ്യപേശലഃ പ്രാപ കോസലാൻ നേത്രൈർജനപദസ്ത്രീണാം സനിമേഷപരാങ്മുഖൈഃ നിപീയമാനരൂപശ്രീർനഗ്നജിന്നഗരീം യയൗ. 3-ാമത്തെ ശ്ലോകത്തിൽ നിപീയമാന രൂപശ്രീ എന്നാണ്. ഇവിടെ ശ്ലോകത്തിൽ രൂപശ്രീ എന്നാണ്. അവിടെ ദീർഘം തന്നെ വേണം. രൂപശ്രീ, കണ്ണുകൾ കൊണ്ട് ഭഗവാന്റെ രൂപ ലാവണ്യം നോക്കിക്കൊണ്ട് അങ്ങനെ സ്ത്രീകൾ നിൽക്കുകയാണ്. അപ്രകാരം സ്ത്രീകളാൽ പാനം ചെയ്യപ്പെട്ട സൗന്ദര്യത്തോടു കൂടിയ ശ്രീകൃഷ്ണൻ നഗ്നജിത്തിൻ്റെ കൊട്ടാരത്തിലെത്തി എന്നാണ് കവി പറയണത്. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.